വാതിൽപ്പടി വിതരണത്തോട് മുഖം തിരിച്ച റേഷൻ വ്യാപാരികൾ. റേഷൻ സാധനങ്ങൾ അയച്ചാൽ സ്വീകരിക്കില്ലെന്ന നിലപാട്. അനിശ്ചിതകാല പണിമുടക്കിന്റെ ഭാഗമായാണ് തീരുമാനം. ജനുവരി 27 മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് വാതിൽപ്പടി വിതരണത്തിനോടും തൊഴിലാളികൾ മുഖം തിരിക്കുന്നത്. റേഷൻ കടകൾ അടച്ചിടുന്ന സാഹചര്യത്തിൽ സാധനങ്ങൾ അയച്ചാൽ സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് വ്യാപാരികളുടെ പക്ഷം. അതിനാൽ ട്രാൻസ്പോർട്ടിംഗ് ഏജൻസികൾ വഴി റേഷൻ സാധനങ്ങൾ അയക്കേണ്ടതില്ലെന്നും റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി സർക്കാരിനെ അറിയിച്ചു. ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച അലസിപ്പിരിഞ്ഞതോടെയാണ് സംസ്ഥാനത്തെ 14,000-ഓളം റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് വ്യാപാരികൾ പ്രഖ്യാപിച്ചത്. സാമ്പത്തിക ഞെരുക്കം ചൂണ്ടിക്കാട്ടി വേതന പാക്കേജ് വർധനാവശ്യം ചർച്ചയിൽ വകുപ്പ് മന്ത്രി നിരാകരിച്ചിരുന്നു. തുടർന്നാണ് പണിമുടക്കിൽ മാറ്റമില്ലെന്ന നിലപാട് വ്യാപാരികളും സ്വീകരിച്ചത്. ഇതിനിടയിൽ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചാൽ മാത്രം സഹകരിക്കും. പ്രതിമാസ അടിസ്ഥാന ശമ്പളം 18,000-ൽ നിന്ന് 30,000 രൂപയാക്കണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്നതാണ് നിലവിലത്തെ സാഹചര്യം. ഈപ്പോ സേവനത്തിൽ നിന്ന് കരാർ കമ്പനി ഈ മാസം അവസാനത്തോടെ പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ ഫെബ്രുവരിയിലെ പൊതുവിതരണവും പ്രതിസന്ധിയിലാകാനാണ് സാധ്യത. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.